അവൾ ഒരനാഥാലയത്തിലാണ് വളർന്നതെന്ന്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സർവന്റാണെന്ന്, വൈജയന്തിക്ക് അവളെപ്പറ്റി യാതൊന്നും അറിയില്ല എന്ന്, എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെ. ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, അവൾ എന്റെ വീട്ടിലെ ജോലി മതിയാക്കി പോവുകയാണെന്ന്. ഇതെല്ലാം സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള രേഖകളും സാക്ഷികളും ഇല്ല എന്നും താങ്കൾ പറഞ്ഞു. അല്ലെങ്കിലും അലീനെ നിങ്ങളുടെ വീട്ടിൽ എത്തിപ്പെട്ടതിന് ഒരു കാരണം ഉണ്ടാവണമല്ലോ. നിങ്ങൾക്ക് മാത്രം എങ്ങനെ അലീനയെ തിരിച്ചറിയാൻ സാധിച്ചു? വൈജയന്തി ഉൾപ്പെടെ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയാതെ പോയി? അതിനും കാരണം ഉണ്ടാവണമല്ലോ. അതെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് എനിക്കും ചില കാര്യങ്ങൾ അറിയണം. വൈജയന്തിയായിട്ട് പിരിയുന്ന കാലത്ത് നിങ്ങൾ കൊളത്തൂപ്പുഴയിൽ വീടും എസ്റ്റേറ്റും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ വീട് പുനലൂരായിരുന്നു. അതെ, ആർമിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് ഞാൻ ആ വീടും തോട്ടവും വാങ്ങിയത്. പുനലൂരും പാലായും തമ്മിൽ അങ്ങേയറ്റം 3 മണിക്കൂർ ഡ്രൈവിന്റെ ദൂരേ ഉള്ളൂ. 23 വർഷം മുമ്പും അത്ര ദൂരേ ഉള്ളൂ. എന്നിട്ടും കൊല്ലപ്പള്ളിക്കാർ വന്ന് കടത്തിക്കൊണ്ടുപോയ വൈജയെ പാലായിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അന്വേഷിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പാലായിലെ കൊല്ലപ്പള്ളി വീട്ടിൽ 2 തവണ ഞാൻ പോയി. വൈജയന്തിയെ അവളുടെ ഏതൊരു ബന്ധു വീട്ടിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ആദ്യ തവണ തിരക്കി ചെന്നപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി അവരെന്നെ തിരിച്ചയച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരക്കി ചെന്നപ്പോൾ ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും തിരിച്ചയച്ചു. താങ്കളുടെ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് കുറെ നാൾ ഹോസ്പിറ്റലായിരുന്നു എന്ന് ഗംഗാധരമേനോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് വെറും ആക്സിഡന്റ് അല്ല, വധശ്രമം. ബൈക്ക് ജീപ്പിലിടിപ്പിച്ച് എന്നെ കൊല്ലുകയായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെ കൊല്ലപ്പെട്ടത് അവരുദ്ദേശിച്ച പോലെ ഞാനായിരുന്നില്ല എന്ന് മാത്രം. ഞാൻ ഗുരുതരമായ പരിക്കുകളുടെ ഹോസ്പിറ്റലിലായി. എൻ്റെ കസിൻ ജോർജ് മരിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരാൻ 3.5 മാസം എടുത്തു. വീട്ടിൽ 2 മാസത്തെ ബെഡ് റെസ്റ്റും ആയുർവേദിക് ട്രീറ്റ്മെന്റുകളും. കൊലപാതക ശ്രമമായിരുന്നെങ്കിൽ കേസെടുക്കായിരുന്നില്ല.